പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇല്ലാതെയാക്കാനുള്ള ശ്രമം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അല്ലേ സർ? അത് നിരന്തരമായിട്ട് ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തവണ പോലും ബ്രേക്ക് വന്നിട്ടില്ല. ഇപ്പം ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഈ ഹൊറോസ്കോപ്പൊക്കെ ആയിട്ട് നല്ല പരിചയമുള്ള ഒരു ഫേമസ് ജ്യോതിഷി, വേദപണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ വളരെ മോശം സമയമാണിപ്പോൾ എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം അപകടമൊന്നും കൂടാതെ ജീവിച്ചിരിക്കുന്നത് ദൈവാധീനം ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനിത് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം മാത്യു വാൻഡെക്കിനെ അറസ്റ്റ് ചെയ്തത് കൂടെ ഉക്രൈനിയൻ പൗരന്മാരും ഉണ്ടായിരുന്നു. അയാൾ ഒരു കൂലിപ്പടയാളിയാണ് US-ന്റെ. കൂടാതെ ഡോക്യുമെന്ററി മേക്കർ എന്നുള്ള പട്ടം കൂടി ചാർത്തി കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ എളുപ്പത്തിൽ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് എവിടെയും സഞ്ചരിക്കാമല്ലോ. കൂടാതെ ഇക്കഴിഞ്ഞ ദിവസം ജെഫ്രി സ്കോട്ട് പ്രാതർ എന്ന് പറയുന്ന US പൗരനെയും ഹൽദർ കൗശിക് എന്ന് പറയുന്ന കൊൽക്കത്ത നേറ്റീവ് ആയിട്ടുള്ള US പൗരനെയും പിടികൂടിയിരുന്നു. ഇവരുടെ കയ്യിൽ സാറ്റലൈറ്റ് ഫോണുകൾ ഉണ്ടായിരുന്നു. അതാണ് ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇവരെ പിടികൂടുന്നത്. ഇതിനു മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പാണ്, സാറിന് ഓർമ്മ കാണുമല്ലോ, ധാക്കയിലെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് മോദി അസാസിനേഷൻ നടത്താൻ വന്നു എന്ന് പറയപ്പെടുന്ന ഒരു US പൗരൻ കൂടി ഇല്ലാതെയാവുന്നു. അയാൾ വെറും US പൗരനായിരുന്നില്ല, ഔദ്യോഗിക പദവികൾ വഹിക്കുന്ന ഒരാളായിരുന്നു. കൂടാതെ TCS നാസിക് വിഷയം ഉണ്ടാവുന്നുണ്ട്, ലെൻസ്കാർട്ടിലെ വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പലതരത്തിൽ രാജ്യത്തിന് ഉള്ളിൽ കലാപം നടത്താൻ വേണ്ടുന്ന പല ശ്രമങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം എന്താ പറയുക, ചില കൂട്ടർ അറിഞ്ഞിട്ട് തന്നെയാണ് എന്ന് വേണ്ട വയ്ക്കാൻ. ഇതെല്ലാം എന്ന് പറയുന്നത് നമുക്കറിയാം, ഡീപ് സ്റ്റേറ്റ് വളരെ കൃത്യമായിട്ട് ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. ഞാൻ കാട് കയറിപ്പോയതുപോലെ അപ്പോൾ ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. മോദിക്കെതിരെ ഒരു കാര്യം, ഇങ്ങനെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് നടത്തുന്നു എന്നുള്ള ഒരു വിവരം വരുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇതിന്റെ ബാക്കി പത്രമാണോ ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നടന്നത് എന്നുള്ള സംശയം ഉടലെടുത്താൽ തെറ്റു പറയാൻ പറ്റുമോ സർ? ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഈ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം നൽകുന്ന ഒരു വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ്. ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനേക്കാളും കൂടുതൽ സുരക്ഷിതത്വം നൽകുന്ന ഇന്ത്യൻ ഒരു സുരക്ഷിതത്വം അർഹിക്കുന്ന വ്യക്തിയും നരേന്ദ്രമോദി തന്നെയാണ്. കാരണം എത്രയോ ശ്രമങ്ങളായി രാജ്യത്തിപ്പോൾ നടക്കുന്നു വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്. സെസിഷനിസം, വിഘടനവാദം അതിൻ്റെ പൂർവാധികം ശക്തിപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞിട്ട് ദക്ഷിണേന്ത്യയെ ഭാരതത്തിൽ നിന്നും വേർപെടുത്താനായിട്ടുള്ള ശ്രമം. അതുപോലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ അവർ ഒരു മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയിട്ട് പറയുകയും ചെയ്തു, ഞങ്ങളൊരു സെപ്പറേറ്റ് ക്രിസ്ത്യൻ റിപ്പബ്ലിക്കാണ് എന്ന് പറയുകയും ചെയ്തു. ആ ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഇന്ത്യയിൽ നന്നായിട്ട് ഡീപ് സ്റ്റേറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന്, ഏറ്റവും കൂടുതൽ ശ്രമം നടത്തുന്നത് ചർച്ച് ആണ്. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ, കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, അതുപോലെ ഇവാഞ്ചലിസ്റ്റുകളുടെ സംഘടനകൾ, ഇവർക്കൊരു നിശ്ചിത പദ്ധതിയുണ്ട്. അതുകൂടാണ്ട് അവർക്കൊരു വൻ ഇക്കോസിസ്റ്റം ഉണ്ട്. ലോകത്ത് മുഴുവനും ഇവിടെ നടക്കുന്ന ചെറിയ വിവരങ്ങൾ കൂടി പെരുപ്പിച്ച് കാണിച്ച് ലോകരുടെ മുമ്പിൽ എത്തിക്കാനും, ഇവരെല്ലാം ഈ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ, ക്രിസ്ത്യൻസ് പൊതുവെ ഇവിടെ വിക്ടിംസ് ആണ് എന്നും എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു എക്കോസിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. സർ, കുറച്ച് നാളുകൾക്ക് മുമ്പ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ഒരു സംഭവം ഉണ്ടായി. അപ്പം എനിക്ക് അന്നും ഉടലെടുത്ത ഒരു സംശയം എന്ന് പറയുന്നത്, നക്സൽ ഏരിയാസ്, അങ്ങനെയുള്ള ബസ്തർ പോലുള്ള ഗ്രാമങ്ങളുണ്ട്, അവിടെയൊക്കെ പോലീസിന് പോലും കടന്നു ചെല്ലാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന പ്രീസ്റ്റും നൺസും ഒക്കെ കയറി ചെല്ലുന്നത്? പ്രീസ്റ്റ്, നൺസ്, അത് മാത്രമല്ല ഇവാഞ്ചലിസ്റ്റുകൾ, ഇവർക്കൊക്കെ നക്സലൈറ്റുകളായിട്ടും മാവോയിസ്റ്റുകളായിട്ടും നല്ല ബന്ധമുണ്ട്, അതിശക്തിയായ ബന്ധമുണ്ട്. ഇന്ത്യക്കെതിരായിട്ട് നിൽക്കുന്നത് ആരൊക്കെയാണോ അവരിൽ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്.
അവർ മുഴുവൻ ഹൈന്ദവതയ്ക്കെതിരാണ്, സനാതനധർമ്മത്തിനെതിരാണ്. ഈ സനാതനധർമ്മം തകർക്കാൻ വേണ്ടിയിട്ട്, ഹിന്ദുത്വത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന ശ്രമം ആണ് ഈ വിഘടനവാദങ്ങളും അതേപോലെ ഈ പറഞ്ഞ പോലെ മതപരിവർത്തന ശ്രമങ്ങളും എല്ലാം. നമ്മളെപ്പോഴും പേപ്പറിൽ വായിക്കാറുണ്ടല്ലോ, ഈ നമ്മുടെ ഹൈന്ദവ സംഘടന നേതാക്കൾ പലപ്പോഴും, നമ്മുടെ ആത്മീയ നേതാക്കൾ പറയുന്നത്, കുഴപ്പമൊന്നും പറ്റില്ല, കാരണം ഇത്രയും വർഷം, കഴിഞ്ഞ 3000 അല്ലെങ്കിൽ 4000 5000 വർഷമായിട്ട് ഹിന്ദു മതത്തിന് നേരെ, സനാതന ധർമ്മത്തിന് നേരെ ആക്രമണങ്ങൾ നടന്നിട്ട് പിടിച്ചു നിന്നു, ശക്തിയായിട്ട് പിടിച്ചു നിന്നു എന്ന് പറയുന്നുണ്ട്. അന്ന് പിടിച്ചു നിന്ന സാഹചര്യങ്ങളല്ല ഇപ്പോഴത്തെ ഉള്ളത്. ഇപ്പോഴത്തെ ഉള്ളത് വളരെ സയൻറ്റിഫിക്കായിട്ട്, വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു തന്ത്രമാണ് ഇവരെല്ലാവരും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഹിന്ദു മതത്തിൽ തന്നെയുള്ള പലരും മതം മാറി ക്രിസ്ത്യൻസായി, ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയും ആയി, അതുപോലെ വിദേശത്തെ സംഘടനകളിൽ നിന്നും ധാരാളം പൈസ ഇതായിട്ട് ഇനാമായിട്ട് മേടിച്ചു കഴിഞ്ഞിട്ടും ഭാരതത്തിനെതിരെ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന എത്രയോ പേരുണ്ട്. പ്രജതിക്കറിയാമോ, മഹാരാഷ്ട്രയിൽ ഗഡ്ചിരോളി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? നക്സലൈറ്റുകളുടെ കേന്ദ്രമാണ് ഗഡ്ചിരോളി. ഈ ഗഡ്ചിരോളിയിൽ വെച്ച് ഒരിക്കൽ പോലീസും മാവോയിസ്റ്റുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ പോലീസുകാർക്ക് എന്തോ ഭാഗ്യം കൊണ്ട് കുറച്ച് നക്സലൈറ്റുകളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. അവരിൽ നിന്നും പിടിച്ചെടുത്ത തോക്കുകൾ മുഴുവൻ മഹാരാഷ്ട്ര പോലീസിൻ്റെ തോക്കുകളായിരുന്നു. മഹാരാഷ്ട്ര പോലീസിന് വേണ്ടി മേടിച്ച തോക്കുകളായിരുന്നു. എങ്ങനെ സാധിച്ചു അത് അവർക്ക് കിട്ടാനായിട്ട്? അതുകൂടാണ്ട് വേറൊരാളുടെ കാര്യം പറയാം. ഛത്തീസ്ഗഡിലൊരു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ, ഒരു IPS ഓഫീസർ, അദ്ദേഹത്തിൻ്റെ പേര് വിനോദ് ചൗബെ എന്നാണ്. അദ്ദേഹം നക്സലൈറ്റുകൾക്കെതിരെ കർശന നിലപാടെടുത്തത് കൊണ്ട് നക്സലൈറ്റുകൾക്ക് ആ ഏരിയയിൽ പ്രവർത്തിക്കാൻ പറ്റാതെ വന്നു. വളരെ ഇൻറ്റഗ്രിറ്റിയും ഓണസ്റ്റിയുമുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു വിനോദ് ചൗബെ. അദ്ദേഹം നക്സലൈറ്റുകൾ അദ്ദേഹത്തെ കൊന്നു. വളരെ ഇത്രയധികം സുരക്ഷിതത്വമുള്ളൊരു പോലീസ് ഓഫീസറെ കൊല്ലണം എന്നുണ്ടെങ്കിൽ എങ്ങനെ സാധിച്ചു? അതിന് ചുക്കാൻ പിടിച്ചത് മുഴുവനും ഒരു ക്രൈസ്തവ പുരോഹിതൻ എന്ന ലേബലിൽ വിലസുന്ന ഒരു മാവോയിസ്റ്റും ഒരു മെഡിക്കൽ ഡോക്ടറും അയാളുടെ ഭാര്യയുമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രജതാത്. ഇവരാണ് ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ മനുഷ്യനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു, ഈ മെഡിക്കൽ ഡോക്ടറെ. അവസാനം ലോകം മുഴുവനും അവരവരുടെ ഇക്കോസിസ്റ്റം ഉപയോഗിച്ച് ഇയാൾ നിരപരാധിയാണ്, ഇയാൾ അനാവശ്യമായിട്ട് തടവിൽ പിടിച്ചിട്ടിരിക്കുകയാണ്, ഇയാൾ ന്യൂനപക്ഷ സമുദായക്കാരനായത് കാരണമാണ് ഇയാൾ ജയിലിലിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പിടിച്ച് അവസാനം ഇന്ത്യൻ ജുഡീഷ്യറി തന്നെ അയാളെ ആ കേസിൽ നിന്ന് കുറ്റവിമുക്തനായി പുറത്തുവിട്ട് ഉടനെ തന്നെ അയാൾ എന്ത് ചെയ്തു? അയാളെ കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ, സെൻട്രൽ പ്ലാനിംഗ് കമ്മീഷനിലെ മെമ്പറായിട്ട് നിയോഗിച്ചു. തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയില്ല അയാൾ, ലോക്സഭയിലേക്കോ രാജ്യസഭയിലേക്കോ ഒന്നും. അതുകൊണ്ട് എന്ത് പറ്റി? അയാളെ ഈ കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷനിൽ അംഗമായിട്ട് നിയമിച്ചു. എത്ര വർഷം അയാൾ അംഗമായിരുന്നു എന്നറിയാം. അതുമാത്രമല്ല, നാഷണൽ ഹെൽത്ത് മിഷനിൽ ഒരാൾ മെമ്പറായി. എങ്ങനെ സാധിക്കുന്നത്? അപ്പോൾ അവർക്ക് മുകളിൽ നിന്നുള്ള ഈ ഒരു സഹായമില്ലാതെ, സഹകരണമില്ലാതെ അവർക്ക് ഈ പൊസിഷനിൽ എത്താൻ സാധിക്കുമോ? അപ്പോൾ അത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർ ധാരാളം പേരുണ്ട്. ഇപ്പം നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ എന്ന് പറയുന്ന വിഘടനവാദത്തിൻ്റെ ഉസ്താദാണ്. അയാൾ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ അയാൾ വിശ്വസിക്കുന്നില്ല. അത് വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഏറ്റവും വലിയ നുണയാണ്. അയാൾ ഇന്ത്യക്ക് എതിരായിട്ട് നിൽക്കുന്ന മനുഷ്യനാണ്. അയാളെ സൂക്ഷിക്കേണ്ട ആളാണ്. അയാൾ എന്നും തമിഴ്നാട്ടിൽ DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയോട് യാതൊരു കൂറുമില്ല. അവരിപ്പോൾ പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയിരിക്കുന്ന ഒരു ഭേദഗതി കൊണ്ടാണ്. ഇവരുടെ ഫൗണ്ടർ അണ്ണാദുരൈ, CN അണ്ണാദുരൈ, അയാൾ രാജ്യസഭ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരു മെയ് മാസത്തിൽ അയാൾ പാർലമെൻറ്റിൽ, രാജ്യസഭയിൽ പ്രസംഗിച്ചതാണ്, ഞങ്ങൾക്ക് ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റിൽ ഞങ്ങൾക്ക് തീരെ വിശ്വാസമില്ല, ഞങ്ങൾ ദ്രാവിഡ നാടിനു വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്, വി വാണ്ട് എ സെപ്പറേറ്റ് ദ്രാവിഡ ലാൻഡ് എന്നയാൾ പ്രസംഗിച്ചതാണ്. രാജ്യസഭാ രേഖകളിൽ ഇപ്പോഴും ഉണ്ടത്. പിന്നെ എന്തുകൊണ്ട് അയാളത് പത്യമടക്കി എന്ന് വെച്ചാൽ, ഈ ഭരണഘടനാ ഭേദഗതി വന്നപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ വിശ്വസിക്കാത്തവർ, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കാത്തവർ, ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റിയിൽ വിശ്വസിക്കാത്തവർ, അവർക്ക് വോട്ട് ചെയ്യാൻ അധികാരമില്ല.
അങ്ങനെ അത് ഒരു വിഘടനവാദം പ്രൊഫസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവകാശമുണ്ടാവില്ല എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയതിൽ പിന്നെയാണ് അവർ ഈ പ്രത്യേക ദ്രാവിഡ രാഷ്ട്രം വേണ്ട, അല്ല ദ്രാവിഡ രാഷ്ട്രത്തെക്കുറിച്ചിട്ടുള്ള സംസാരവും ഡിമാൻഡും ഒക്കെ അവർ ബാക്ക് ബേണറിൽ വെച്ചത്. ഇപ്പോഴും ഈ സ്റ്റാലിൻ 2018 പ്രസംഗിച്ചത് ഞാൻ ഇപ്പോഴും വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്. അയാൾ പറഞ്ഞത് ഈ പ്രത്യേക ദ്രാവിഡ രാഷ്ട്രം എന്നുള്ളത് ഞങ്ങളുടെ ഭരണഘടനയിലുണ്ട്, അതായത് DMKയുടെ ഭരണഘടനയിലുണ്ട്. ഞങ്ങളത് ഇപ്പൊ തൽക്കാലം ബാക്ക് ബർണറിൽ വെച്ചിരിക്കുക, സമയമാകുമ്പോൾ ഞങ്ങളത് പുറത്തെടുക്കണം. അതെ, ഇത്തരത്തിൽ ഉള്ള പുറത്തെടുക്കലുകൾ ഇപ്പോൾ വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സാർ, നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നു, മോദി ഭരിച്ചിട്ടും ഇതൊക്കെയാണോ എന്നുള്ളതാണ്. മോദി ഭരിക്കുമ്പോൾ ഇത് പിടിക്കപ്പെടുന്നത് കൊണ്ടാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. പണ്ട് ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ രാജ്യത്ത് മോദിയെ പോലെ ശക്തനായിട്ടുള്ള ഒരു നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നവർക്ക് നിർബാധം നടക്കാമായിരുന്നു, ചെയ്യാമായിരുന്നു. അതുകൊണ്ട് ആരും പിടിക്കപ്പെട്ടില്ല. ഇപ്പോൾ മോദിയെ പോലൊരു ശക്തനായിട്ടുള്ള നേതാവിനെ മറിച്ചിടാൻ, അതായത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം, US നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും US-നാണ് ഏറ്റവും വലിയ കണ്ണുകടി സത്യത്തിൽ ഇന്ത്യയുടെ വളർച്ചയിൽ. അവർ പിടിക്കുമ്പോൾ അവർ, നമ്മൾ പറയില്ലേ, കുട്ടിക്കുരങ്ങനെ ഇട്ട് കളിപ്പിക്കുന്ന പോലെ ഇന്ത്യയെ ഇട്ട് കളിപ്പിച്ചു കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ അത് നടക്കുന്നില്ല. US പിടിച്ചെടുത്ത് നിൽക്കുന്നതല്ല ഇന്ത്യ എന്നുള്ളത് ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ മഹിമ എന്താണ്, ഇന്ത്യയുടെ പാരമ്പര്യം എന്താണ്, ഇതെല്ലാം ലോകം മുഴുവനും അറിഞ്ഞു കഴിയുകയും ചെയ്തതാണ്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ വിഘടനവാദ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അപ്പോഴാണ് മോദിക്കെതിരെ എന്ന് പറയുന്നത് പോലെ കൃത്യമായിട്ട് ഇതിപ്പോൾ മറ്റൊരു സമയത്താണ് ഇതുപോലെ ധാക്കയിലെ ഹോട്ടൽ മുറിയിൽ ഒരു മരിച്ച നിലയിൽ ഇതുപോലെ കണ്ടെത്തുന്നത് എന്ന് പറയാനുള്ള സാധ്യതയില്ല. കാരണം അവർക്ക് ആരെയും ഇല്ലാതെയാക്കേണ്ടിയിരുന്നില്ല. പക്ഷെ മോദി നിൽക്കുമ്പോൾ മോദിയെ അട്ടിമറിക്കാൻ, മോദി ഇല്ലാതെയാക്കാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യമായി കൂടി വരുന്നുണ്ട്. അത് കാരണമുണ്ട്. അമേരിക്ക ഒരിക്കലും ഇന്ത്യയുടെ സുഹൃത്തായിരുന്നില്ല യഥാർത്ഥത്തിൽ. ഇപ്പോഴും അമേരിക്ക ഇന്ത്യയുടെ സുഹൃത്തല്ല. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ഹെൻറി കിസിംഗർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയ്ക്ക് സ്ഥിരം സുഹൃത്തുക്കളില്ല, അമേരിക്കയ്ക്ക് സ്ഥിരം മിത്രങ്ങളുമില്ല, അമേരിക്കയ്ക്ക് സ്ഥിരം താല്പര്യങ്ങളേ ഉള്ളൂ, അത് ഞങ്ങളുടെ വാണിജ്യ താല്പര്യങ്ങൾ മാത്രമാണെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഒരു പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി, അദ്ദേഹത്തെ വധിച്ചത് CIA ആണെന്ന് അവരുടെ തന്നെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ. 1966 അദ്ദേഹത്തെ വധിച്ചത്, അല്ലേ? 66 അദ്ദേഹത്തെ വധിച്ചത്. താഷ്കൻഡിൽ പോയപ്പോൾ അവിടെ അയൂബ് ഖാനുമായിട്ട് സമാധാന കരാർ ഒപ്പിട്ട് കഴിഞ്ഞ് അന്ന് രാത്രിയാണ് അദ്ദേഹം മരിച്ചത്. അത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ന്യൂക്ലിയർ ബോംബിനോടുള്ള ഇന്ത്യയുടെ പോളിസിയിലെ മാറ്റം വന്നേക്കും എന്നുള്ള ഭയം കൊണ്ട് ആണ് CIA മാസ്റ്റർ മൈൻഡ് ചെയ്ത മരണമാണെന്ന് CIA അവിടുത്തെ അന്നത്തെ ഒരു മേലധികാരി ഒരു റിപ്പോർട്ടറോട് പറഞ്ഞു. ഒരു പുസ്തകം വരികയും ചെയ്തു, കോൺവെർസേഷൻസ് വിത്ത് എ ക്രോ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഹോമി ബാബേനെയും അവരാണ് കൊന്നത്, CIA ആണ് കൊന്നത്. അപ്പോൾ അവർ ശക്തമായ ഒരു ഇന്ത്യയെ അവർക്ക് ഭയമാണ്. അവർക്ക് മാത്രമല്ല, ചൈനയ്ക്ക് ഇന്ത്യയെ ഭയമാണ്. ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നപ്പോൾ സോവിയറ്റ് യൂണിയനും ഇന്ത്യയെ ഭയമാണ്. സോവിയറ്റ് യൂണിയൻ എത്രയോ നാളുകളായിട്ട് ഇന്ത്യയെ ഈ 1971 ഇൻഡോ സോവിയറ്റ് യൂണിയൻ അഗ്രിമെൻ്റ് ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ എത്രയോ തവണ KGB, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഴി കോൺഗ്രസിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനും രാജ്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനും ശ്രമിച്ച വിവരങ്ങൾ KGBയുടെ രേഖകളിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. മിത്രോഖിൻ ആർക്കൈവ്സ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം, വാസിലി മിത്രോഖിനാണ് അയാളുടെ പേര്. അയാൾ KGBയുടെ ഒരു വളരെ മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ ഡിസിൻറ്റിഗ്രേഷൻ തുടർന്ന് അയാൾ കിട്ടാവുന്ന രേഖകളെല്ലാം കൊണ്ട് അവിടുന്ന് റഷ്യയിൽ നിന്ന് പുറത്തിയാടി ബ്രിട്ടനിലെത്തി. അങ്ങനെ അയാൾ ആ റഷ്യൻ ഭാഷയിലുള്ള ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യേണ്ടായി. മിത്രോഖിൻ ആർക്കൈവ്സ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2. പാർട്ട് 2-ലാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ
എഴുതിയിരുന്നത്. അവർ ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യന് CPIക്ക് ഇഷ്ടംപോലെ പൈസ കൊടുത്തിരുന്നു. വാരിക്കോരിയാണ് പൈസ കൊടുത്തിരുന്നത്. അങ്ങനെയല്ല നമ്മുടെ CPIയുടെ പല നേതാക്കന്മാർ കോടീശ്വരന്മാരായിരുന്നു. അതുപോലെ തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒന്ന് ഓർത്തുകൊണ്ട് പറയുകയാണ്, ന്യൂസ് ക്ലിക്ക് വിവാദം ഉണ്ടായിട്ടുണ്ട്. അത് ഓപ്പൺ ആയില്ല, എല്ലാവരും അറിഞ്ഞില്ലേ അത്. അപ്പോ ചൈനയ്ക്ക് വേണ്ടിയിട്ട് ഒക്കെ നിലകൊള്ളുക. അതെ. അപ്പൊ നമ്മുടെ പത്രമാധ്യമങ്ങളെല്ലാം ദൃശ്യമാധ്യമങ്ങളെ അടക്കം എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടുന്ന വാർത്തകൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം. ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു മീഡിയയിലെ മുക്കാൽ മീഡിയയിലെ ചർച്ചയിൽ പറയുന്നത് ചാണകത്തലയൻ മറ്റൊരു രാജ്യത്ത് നിന്ന് രാജ്യത്തലവനെ ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെ ജയിലില് പോകുന്നുള്ളൊരു ഉറപ്പാണ്. പിന്നെ ആൾ ജീവനോട് പുറത്തു വരില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഇവർക്ക് സ്വാതന്ത്ര്യം കുറച്ച് കൂടിപ്പോയി. ഫ്രീഡം ഈസ് നോട്ട് ഫ്രീ എന്ന് പറയും. ഫ്രീഡം ഈസ് നോട്ട് ഫ്രീ. അത് തന്നെയാണ് ശിവഖാര, മാനേജ്മെൻറ്റ് വിദഗ്ധൻ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്ന പേര് അതാണ്, ഫ്രീഡം ഈസ് നോട്ട് ഫ്രീ എന്ന്. ഇവിടെ നമ്മൾ ഫ്രീഡം ആവശ്യമില്ലാതെ എടുത്ത് ഉപയോഗിച്ച് മിസ്യൂസ് ചെയ്ത് നമ്മൾ സ്വയം ഒരു അരാജകത്വത്തിലേക്ക് ചെന്ന് ചാടുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ചാണകത്തലയൻ എന്ന് പറഞ്ഞ വ്യക്തി, അതായത് ഒരു മുക്കാൽ TV വന്ന അവതാരകൻ, അയാൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ ബ്രഷ്നേവ് അവരുടെ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയും പാർട്ടിയുടെ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു അനക്ഡോട്ടാണ്, യാഥാർത്ഥ്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒരു ചങ്ങാതി ഭയങ്കരമായിട്ട് വോഡ്ക്കയൊക്കെ കുടിച്ച് തലയ്ക്ക് ഫിറ്റായിട്ട് ഈ ക്രെംലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ സോവിയറ്റ് ഭരണകൂടത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് റഷ്യൻ ഭാഷയിൽ വെച്ചാൽ വിളിച്ചു പറഞ്ഞു, ഈ ബ്രഷ്നേവില്ലേ ഒരു വിവരമില്ലാത്തവനാണ്, ഹീസ് എ ഫൂൾ, ഹീസ് എൻ ഇഡിയറ്റ്, ഹീസ് എൻ ആസ് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. വിത്തിൻ സെക്കൻഡ്സ് അയാൾ എപ്പോൾ തന്നെ ഒന്ന് KGB അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അയാൾക്കെതിരെ കേസ് എന്ത് ചാർജ് ഷീറ്റാണ് കൊടുത്തിരിക്കണമെന്ന് അറിയാമോ? ഒരു സ്റ്റേറ്റ് സീക്രട്ട് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. അതാണ് റഷ്യയിലെ സ്വാതന്ത്ര്യം. ഇപ്പോൾ ഇവിടെ കിട്ടിയ സ്വാതന്ത്ര്യം ഇവരിവിടെ ഇങ്ങനെ വിളിച്ച് പറയുക, ഓരോന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ ആരും ശ്രദ്ധിക്കില്ലായിരിക്കും. ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയിലത്തെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്, ഒരു സുന്ദര കളയഭരനായ വ്യക്തിയുണ്ട്, മല്ലികാർജുൻ ഖർഗെ. അദ്ദേഹം പ്രധാനമന്ത്രിയെ വിളിച്ച ഭീകരവാദി എന്നാണ് വിളിച്ചത്. അതുകൂടാണ്ട് അതിനു മുമ്പ് വിളിച്ച വിഷമുള്ള പാമ്പ് എന്ന് വിളിച്ചു. അയാളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജവെമ്പാലേൻ്റെ ലുക്കുണ്ട് യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷ നേതാവിനെ, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അയാൾ പറയൂ, ഒരു മാന്യതയാണോ, രാഷ്ട്രീയ മാന്യതയാണോ ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ ഒരു ഇലക്ഷൻ സമയത്ത് ഉപയോഗിക്കുന്ന വാചകങ്ങളോ വാക്കുകളാണോ അയാളൊക്കെ ഉപയോഗിക്കുന്നത്? ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോയി, ഹി ഹാസ് ഗോൺ ഹേവെയർ, അയാളെ രക്ഷപ്പെടുത്താൻ പറ്റുമല്ലോ അതിന്. അപ്പോൾ ഇവർ കുറച്ച് മാന്യത ഉപയോഗിക്കണം. അതുപോലെ ദേ ആർ പ്ലേയിങ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് സംബഡി. വിദേശ ശക്തികളുടെ കയ്യിലേക്കാണ് ഇവർ കളിക്കുന്നത്. എത്രയോ പത്രപ്രവർത്തകർ, എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്ത്യയിൽ വിദേശ പണം വാങ്ങി അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നു. ഇത് എപ്പോഴെങ്കിലും പ്രജിത ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞ പല ആൾക്കാരും വന്നിട്ട് പാകിസ്ഥാൻ അനുകൂലമായിട്ട് സംസാരിക്കുന്നവരുണ്ട്. എന്താണ് പറ്റിയിരിക്കണമെന്ന് അറിയാമോ? എവിടെയെങ്കിലും കോക്ടെയിൽ ഡിന്നറിനും പാർട്ടിക്കൊക്കെ പോയി കള്ളു കുടിച്ച് അവന്മാർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അവർ കാണിച്ചു കൊടുക്കും, ഞങ്ങളുടെ കയ്യിൽ ഈ വീഡിയോ ഉണ്ട്, ഇത് പുറത്താക്കണോ, എന്നാൽ ഇങ്ങനെ പറഞ്ഞോ പുറത്താക്കണ്ടെങ്കിൽ എന്ന് പറയും. അവരങ്ങനെ പറയും. അപ്പോൾ അവർ പറയും മോദി മോശമാണ്, മോദി ചാണകത്തലയനാണ്, അല്ലെങ്കിൽ മറ്റേ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എരിമാത്തലയനാണെന്ന് പറയും. അതുകൊണ്ടാണ് ഈ പറയുന്ന ചാണകത്തലയൻ എന്ന് പറഞ്ഞ് വിളിച്ച വ്യക്തി വരെ വിദേശ പണം സ്വീകരിച്ചുകൊണ്ടായിരിക്കും ജോലിയാണ്. അല്ലെങ്കിൽ ഒരു മൂന്നാംകിട നാലാംകിട ജേർണലിസ്റ്റ് പോലും അല്ലാത്തൊരു വ്യക്തിക്ക് അത് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം അത് എങ്ങനെ പറയാൻ തോന്നി എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ വിഘടനവാദത്തിൻ്റെ മറ്റൊരു പോൺ അല്ലെങ്കിൽ ഒരു മുഖമാണത്. അത്രയും ഇതിനെപ്പറ്റി പറയാനുള്ളൂ. ഇന്ത്യയിലത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ്. ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അത് കുറച്ച് കൂടിപ്പോയി. ഇവിടെ അത് മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദുരന്തത്തിൽ നമ്മൾ ചെന്ന് എത്താതിരിക്കാൻ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ.